18ാം ലോകസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ രണ്ടാം ഘട്ടം ഏപ്രിൽ മാസം 26-ാം തീയതി പൂർത്തിയായപ്പോൾ കേരളത്തിലെ 20 മണ്ഡലങ്ങൾ ഉൾപ്പെടെ 88 മണ്ഡലങ്ങളിലെ വോട്ടിംഗാണ് പൂർത്തിയായത്. ഇപ്പോൾ ദക്ഷിണേന്ത്യയിലെ 2 സംസ്ഥാനങ്ങളിലെ വോട്ടെടുപ്പ് പൂർത്തിയായി എന്ന് പറയാം. ഒന്നാം ഘട്ടത്തിൽ തമിഴ്നാടും രണ്ടാം ഘട്ടത്തിൽ കേരളവും. 7 ഘട്ടങ്ങളിലായി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇനിയും പല സംസ്ഥാനങ്ങളിൽ കുറേശ്ശെയായിട്ടുള്ള സീറ്റുകളിലേക്കുള്ള വോട്ടിംഗ് ആണ് നടക്കാനുള്ളത്. ഏതാണ്ട് മെയ് മാസം ഒടുവിൽ വരെ തെരഞ്ഞെടുപ്പ് ഉണ്ട് എന്നാണ് ഇപ്പോഴത്തെ പരിപാടി പ്രകാരം അറിയുന്നത്. ജൂൺ മാസം 4-ാം തീയതി മാത്രമേ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരികയുള്ളൂ. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പൊതുവെ സമാധാനപരമായിരുന്നു എന്ന് തന്നെ പറയാം. അവിടെയായി ചെറിയ സംഘർഷങ്ങളും ചില അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടായി. എങ്കിലും വളരെ വൈകി അഭൂതപൂർവമായി ഏതാണ്ട് രാത്രി 9 മണി വരെ ചില ബൂത്തുകളിൽ വോട്ടിംഗ് നടത്തേണ്ടതായിട്ട് വന്നു. വോട്ടിംഗ് യന്ത്രങ്ങളിലെ തകരാറ് മൂലവും വോട്ടിങ്ങിന് നിയോഗിച്ചതായിട്ടുള്ള ജീവനക്കാരുടെ പരിചയക്കുറവും പ്രാപ്തിക്കുറവും ഒക്കെയാണ് ഈ കാലതാമസത്തിന് ഇടവന്നത് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. മറ്റൊരു പ്രധാന കാര്യം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം 2019 നടന്ന തെരഞ്ഞെടുപ്പിൽ 77.84% പോളിംഗിന്റെ നിരക്ക്. എന്നാൽ ഖേദകരം എന്ന് പറയട്ടെ, ഇന്നലെ നടന്നതായിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ 70% അല്പം കൂടുതൽ മാത്രമേ വോട്ടിംഗ് നടന്നിട്ടുള്ളൂ എന്നാണ് ഒടുവിൽ കിട്ടുന്ന കണക്ക്. അന്തിമമായ കണക്ക് ഔദ്യോഗികമായി ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധികം വൈകാതെ തന്നെ പുറപ്പെടുവിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എങ്ങനെയായാലും 2019 തെരഞ്ഞെടുപ്പിനേക്കാൾ ഒരു 4% കുറവായിരിക്കും ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പ് ശതമാനം എന്നാണ് പൊതുവെ പ്രതീക്ഷിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്നതിനെ സംബന്ധിച്ച് പല വിധത്തിലുള്ള വ്യാഖ്യാനങ്ങൾ നടക്കുന്നുണ്ട്. കഠിനമായ ചൂട് ആണ് ഒരു കാരണം. അതുകൊണ്ട് ആളുകൾ പുറത്തിറങ്ങാൻ മടിച്ചു എന്ന് ഒരു കൂട്ടം ആളുകൾ പറയുന്നു. മറ്റു ചിലർ പറയുന്നത് വെള്ളിയാഴ്ച ആയതുകൊണ്ട് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ ആരാധനയ്ക്കും മറ്റും പോയി പിന്നീട് വീണ്ടും ഇറങ്ങി വോട്ട് ചെയ്യാനുള്ള വൈമനസ്യം കാട്ടി എന്ന് ചില ആളുകൾ പറയുന്നു. മറ്റു ചില ആളുകൾ പറയുന്നത് എന്തു വന്നാലും ഈ തെരഞ്ഞെടുപ്പ് കാര്യമായ മാറ്റങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന നൈരാശ്യത്തിന്റെ പേരിൽ വീടുകളിൽ തന്നെ ചെലവഴിച്ചു എന്നുള്ളതാണ്. എന്നാൽ ഇതിനേക്കാളൊക്കെ ഉപരിയായി രാഷ്ട്രീയമായി കാണേണ്ടതായ ഒരു പ്രധാന കാരണവും രാഷ്ട്രീയ നേതാക്കന്മാരും രാഷ്ട്രീയ കക്ഷികളും പറയുന്നതുമായ ഒരു വലിയ സംഗതിയാണ്. ബഹുമാന്യനായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൺവീനർ ശ്രീ EP ജയരാജൻ തെരഞ്ഞെടുപ്പിന് ഏതാനും മിനിറ്റുകൾക്ക് മുൻപ്, അതായത് 26-ാം തീയതി 7 മണിക്ക് ഏതാനും മിനിറ്റുകൾക്ക് മുൻപ് അദ്ദേഹം നടത്തിയതായ ഒരു ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ. ആ വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ഇതിനോടകം തന്നെ ജനസമൂഹം പൊതുജനങ്ങൾ ഇതെല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ മുൻനിര നേതാക്കന്മാരായിട്ടുള്ള മുൻ മന്ത്രി കൂടിയായിരുന്ന കേരളത്തിന്റെ ചുമതലയുള്ള പ്രഭാരി എന്ന നാമധേയത്തിൽ അല്ലെങ്കിൽ ഔദ്യോഗിക പേരിൽ അറിയപ്പെടുന്നതായ പ്രകാശ് ജാവേദ്കർ എന്ന നേതാവുമായി രഹസ്യമായി ഇ പി ജയരാജന്റെ മകന്റെ തിരുവനന്തപുരത്തുള്ള ഫ്ളാറ്റിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തി എന്നുള്ളതാണ്. അത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ആക്ഷരികമായി മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഉൾപ്പെട്ടു നിൽക്കുന്ന മറ്റ് കക്ഷികളെയും പ്രതിപക്ഷ ഭാഗത്തുള്ള കക്ഷികളെയും ഞെട്ടിച്ചു എന്ന് തന്നെ വേണം കരുതാൻ. കാരണം കുറെ നാളുകളായി CPM കോൺഗ്രസിനെ കുറിച്ച് ആക്ഷേപമായി പറയുന്നത് ഇന്നത്തെ കോൺഗ്രസ്സുകാരൊക്കെ നാളെ BJPക്കാരായി മാറുന്നു. കോൺഗ്രസിൽ നിന്ന് ധാരധാരയായി ആളുകൾ കൊഴിഞ്ഞ് BJPയിൽ ചേരുന്നു എന്നൊക്കെ പറഞ്ഞ്
കോൺഗ്രസ് പാർട്ടിയെ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന CPM-ന് കിട്ടിയ കരണത്തുള്ള അടിയാണ് ഈ പറയുന്ന രഹസ്യമായ കൂടിക്കാഴ്ച. ഈ കൂടിക്കാഴ്ച ആദ്യമൊക്കെ പൊതിഞ്ഞ് വെച്ചിരുന്നെങ്കിലും കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ വൈസ് പ്രസിഡന്റും ആലപ്പുഴ നിയോജക മണ്ഡലത്തിൽ പാർലമെന്റിലേക്ക് മത്സരിക്കുന്ന ആളുമായ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ചില സൂചനകൾ ചില ദിവസങ്ങൾക്ക് മുൻപ് നൽകിയിരുന്നു. മാർക്സിസ്റ്റ് പാർട്ടിയിലെ ഉന്നതനായ ഒരു നേതാവ് BJP-യിൽ ചേരുന്നതിനായിട്ടുള്ള ചില ചർച്ചകൾ നടത്തിയെന്ന് അവർ പേര് പറയാതെ പറഞ്ഞ ഒരു സന്ദർഭവും ഇതിനോട് ചേർത്ത് വായിക്കണം. അങ്ങനെ ജിജ്ഞാസയോടുകൂടെ ഇരുന്ന സമയത്താണ് ദല്ലാൽ നന്ദകുമാർ എന്ന് പറയുന്നയാൾ കൃത്യമായി ഈ കൂടിക്കാഴ്ചയെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു കൊണ്ടുവരുന്നത്. അതോടുകൂടി ആക്ഷരികമായി കേരളത്തിലെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രതിരോധത്തിലായി. ഒരളവ് വരെ BJP-യും പ്രതിരോധത്തിലായി എന്ന് പറയേണ്ടിയിരിക്കുന്നു. അവർ പറഞ്ഞതൊക്കെ അവർക്ക് തന്നെ തിരിച്ചടിയായി മാറി. കോൺഗ്രസിൽ നിന്ന് ധാരധാരയായി BJP-യിലേക്ക് ആളുകൾ പോകുന്നുവെന്ന് ആക്ഷേപിച്ച മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുൻനിര നേതാവായ EP ജയരാജൻ തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുമായി ചേരുന്നതിന് ഉള്ള ചർച്ചയുടെ 90% വരെ പൂർത്തിയാക്കിയെന്നാണ് ശോഭാ സുരേന്ദ്രൻ വെളിപ്പെടുത്തിയത്. അതിന് പിന്തുണയായി പരോക്ഷമായി ചില മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ കേരള അധ്യക്ഷൻ K. സുരേന്ദ്രനും അത് സമ്മതിക്കുകയുണ്ടായി. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ടാകാം ആദ്യ ഭാഗത്തൊക്കെ ശ്രീ EP ജയരാജൻ ഈ ആരോപണത്തോട് പ്രതികരിക്കാതെ മൗനം പാലിച്ചെങ്കിലും ഒരു ഘട്ടത്തിൽ അദ്ദേഹം ഊരാക്കുടുക്കിലായി എന്ന് ബോധ്യം വന്നപ്പോൾ വോട്ടിങ്ങിന്റെ ദിവസം രാവിലെ കൂടിക്കാഴ്ച നടന്നു എന്ന് സമ്മതിക്കേണ്ടി വന്നു. അത് ഉണ്ടാക്കിയതായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ വർണ്ണനാതീതമാണ്. അത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷിയോട് പ്രത്യേക അഭിനിവേശം ഇല്ലാത്തതായിട്ടുള്ള മധ്യവയസ്കരും പ്രായം ചെന്നവരുമായ കുറെ ആളുകളെ വല്ലാതെ സ്വാധീനിച്ചു. രാഷ്ട്രീയ അധാർമികതയും ഇതുപോലെ വില കുറഞ്ഞതായിട്ടുള്ള രാഷ്ട്രീയ കുതന്ത്രങ്ങളും ഒക്കെ ആണല്ലോ ഇവരുടെ തനി സ്വഭാവം എന്ന് കരുതി കുറെ ആളുകൾ, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നല്ല അഭ്യസ്തവിദ്യരായിട്ടുള്ള വയോധികരായ കുറെ ആളുകൾ വോട്ട് ചെയ്യുന്നതിൽ നിന്ന് പിന്നാക്കം പോയി എന്ന ഒരു വിലയിരുത്തലും ഉണ്ട്. ഇതിൽ അല്പം യുക്തിയുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെയൊക്കെ ആണെങ്കിലും തെരഞ്ഞെടുപ്പ് പൂർത്തിയായി, വോട്ടിംഗ് പൂർത്തിയായി. എന്തു വന്നാലും ഇനിയും ഫലം വരുമ്പോൾ അത് അനുഭവിക്കുക മാത്രമേ നിവർത്തിയുള്ളൂ. ഈ തരം രാഷ്ട്രീയ അധാർമികതയെക്കുറിച്ചുമൊക്കെയുള്ള ചർച്ചകൾ വരും ദിവസങ്ങളിൽ നടക്കും എന്നത് തന്നെയാണ് നാം കരുതേണ്ടത്. ഇനിയും കേരളത്തിലെ പൊതുവെയുള്ള തെരഞ്ഞെടുപ്പ് അവലോകനം ചെയ്യുമ്പോൾ തെരഞ്ഞെടുപ്പ് ശതമാനം കുറഞ്ഞു എന്ന് നേരത്തെ സൂചിപ്പിച്ചത് ഇരു മുന്നണികളും അതിനെ അവർക്ക് സൗകര്യപൂർവ്വം വ്യാഖ്യാനിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ശതമാനവും തെരഞ്ഞെടുപ്പ് ഫലവും തമ്മിലുള്ള ബന്ധം ഇതുവരെ ശാസ്ത്രീയമായി ഒരിടത്തും തെളിയിക്കപ്പെട്ടിട്ടില്ല. കൂടുതൽ ആളുകൾ വോട്ട് ചെയ്താൽ അത് UDF-നായിരിക്കും, കൂടുതൽ ആളുകൾ വോട്ട് ചെയ്താൽ അത് LDF-നായിരിക്കുമെന്ന രണ്ട് വാദങ്ങളുമുണ്ട്. പക്ഷെ അതിനെ സംബന്ധിച്ച് ശാസ്ത്രീയമായിട്ടുള്ള ഒരു കണ്ടെത്തലുകൾ ഇപ്പോൾ ഉണ്ടായിട്ടില്ല. എന്നാൽ പൊതുവെ ഇത് കഴിഞ്ഞപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരും രാഷ്ട്രീയ വൃത്തങ്ങളും വിലയിരുത്തുന്നത് ശക്തമായ ഒരു മുന്നോട്ടുള്ള പോക്കിന് UDF-ന് സാഹചര്യം തെളിഞ്ഞു എന്നുള്ളതാണ്. അതിന് പ്രധാനമായ കാരണമായി കാണുന്നത് ന്യൂനപക്ഷ സമുദായങ്ങളുടെ അസാധാരണമായ ഏകീകരണവും ഐക്യദാർഢ്യവുമാണ്. ക്രൈസ്തവ സമുദായവും മുസ്ലിം സമുദായവും ഒറ്റക്കെട്ടായി ഈ പ്രാവശ്യത്തിൽ ഏകോപിച്ച് UDF-ന്റെ പിന്നിൽ അണിനിരന്നു എന്നാണ് ഒരു വിലയിരുത്തൽ. ക്രിസ്തീയ സമുദായത്തിൽ വിള്ളലുകൾ ഉണ്ടാക്കുന്നതിനായി തൃശൂർ പോലെയുള്ള മണ്ഡലങ്ങളിൽ
അതുപോലെ തന്നെ മറ്റു പല മണ്ഡലങ്ങളിലും പത്തനംതിട്ടയും ഒക്കെ ചില ശ്രമങ്ങൾ ഒളിഞ്ഞും തെളിഞ്ഞും BJP നടത്തിയെങ്കിലും അത് കാര്യമായ ഫലം പുറപ്പെടുവിച്ചിട്ടില്ല എന്നാണ് ഒടുവിൽ വിലയിരുത്തപ്പെടുന്നത്. പത്തനംതിട്ടയൊന്നും യാതൊരു കാരണവശാലും BJPക്ക് 2ാം സ്ഥാനത്ത് പോലും വരാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. BJPയുടെ A ക്ലാസ് മണ്ഡലങ്ങൾ എന്ന് പറയുന്ന തിരുവനന്തപുരത്തും തൃശ്ശൂരും പോലും അവർ ഒരുപക്ഷെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ 2ാം സ്ഥാനം കൊണ്ട് തന്നെ ഇപ്പോൾ തൃപ്തിപ്പെടേണ്ടി വരും എന്നാണ് സൂചനകൾ കാണിക്കുന്നത്. ഇവിടെയും ന്യൂനപക്ഷ സമുദായങ്ങളുടെ ഏകീകരണം നിർണായകമായി വോട്ടിങ്ങിൽ സ്വാധീനിച്ചിട്ടുണ്ട്. ക്രൈസ്തവ സഭാ നേതാക്കന്മാരൊക്കെ സാന്ദർഭികമായി പുറപ്പെടുവിച്ചിട്ടുള്ള ഇടയലേഖനങ്ങളുമൊക്കെ നല്ല ഒരളവിൽ UDFന് അനുകൂലമായി ഭവിച്ചിട്ടുണ്ട് എന്ന കണക്കുകൂട്ടലും ഉണ്ട്. അതുകൊണ്ട് തിരുവനന്തപുരവും തൃശ്ശൂരും BJP അക്കൗണ്ട് തുറക്കും എന്ന് പറഞ്ഞത് നടക്കാനുള്ള സാധ്യത വളരെ വിരളമാണ്. പരമാവധി 2ഇടത്തും 2ാം സ്ഥാനത്ത് കൊണ്ട് അവർക്ക് തൃപ്തിപ്പെടേണ്ടതായിട്ട് വരും. പത്തനംതിട്ടയും മറ്റും 3ാം സ്ഥാനത്തേക്ക് പോയാലും അത്ഭുതപ്പെടേണ്ടതില്ല. എങ്ങനെ പോയാലും UDFന് ഒരു 18 സീറ്റെങ്കിലും സംശയാതീതമായി ലഭിക്കുമെന്നുള്ള ഒരു ഏകദേശ വിലയിരുത്തലാണ് ഇപ്പോൾ നടക്കുന്നത്. അങ്ങനെ വരുമ്പോൾ CPMനെ സംബന്ധിച്ചിടത്തോളം അവർ മുഖം രക്ഷിക്കാൻ വേണ്ടി പറയാൻ പോകുന്ന കാര്യം കൂടെ ഇക്കാര്യത്തിൽ സൂചിപ്പിക്കുന്നത് ഉചിതമായിരിക്കും. കാരണം നിലവിലുള്ള ഒരു സീറ്റിൽ നിന്ന് ഒരു സീറ്റെങ്കിലും കൂടുതൽ കിട്ടിയാൽ, അതായത് 18ഉം 2ഉം ആയി വന്നാൽ മുഖം രക്ഷിക്കാൻ വേണ്ടി CPM അവർ ഇപ്പോൾ തന്നെ പ്രസ്താവന തയ്യാറാക്കി കാണും. അതായത് ഭരണവിരുദ്ധ വികാരമില്ല, കാരണം ഞങ്ങൾക്കുണ്ടായിരുന്ന ഒരു സീറ്റ് 100% വർദ്ധിച്ച് 2 സീറ്റായി എന്ന് പറഞ്ഞ് വളരെ ബാലിശവും ദുർബലവുമായ വാദം ഉന്നയിച്ചുകൊണ്ട് അവർ വന്നാലും അതിശയപ്പെടേണ്ടതില്ല. എങ്ങനെ പോയാലും UDFന് ഈ കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ കാര്യമായ മേൽക്കൈയുണ്ട്. അടിയൊഴുക്കുകൾ ഒന്നും കാര്യമായി ഉണ്ടായതായി സൂചനകളില്ല. ക്രോസ് വോട്ടിങ് തിരുവനന്തപുരത്തും തൃശ്ശൂരും ഒക്കെ നടക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും നടന്നതായി വലിയ ആക്ഷേപങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. അതുപോലെ തന്നെ കള്ള വോട്ടുകളാകട്ടെ, ബൂത്ത് പിടിക്കലാകട്ടെ, അങ്ങനെയുള്ള കുതന്ത്രങ്ങൾ അവിടെ ഇവിടെയൊക്കെയായി പതിവ് പോലെ ചില പാർട്ടികൾ നടത്തിയെങ്കിലും അത് തെരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിക്കത്തക്ക രീതിയിലേക്ക് വഷളായിട്ടില്ല എന്നതും ഒരു ശുഭോദർക്കമായ സൂചനയാണ്. ഏതായാലും തെരഞ്ഞെടുപ്പ് ശതമാനം സൂചിപ്പിക്കുന്ന ആളുകളുടെ താല്പര്യമില്ലായ്മയെക്കുറിച്ച് രാഷ്ട്രീയ നേതാക്കന്മാർ ഒരു ആത്മപരിശോധന നടത്തണം. ജീർണിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ ധാർമ്മികതയെക്കുറിച്ച് രാഷ്ട്രീയ നേതാക്കന്മാർ ആലോചിക്കണം. അതിൽ നിന്ന് മാറി മറ്റൊരു തലത്തിലേക്ക് കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാർ വളരുന്നില്ല എന്നുണ്ടെങ്കിൽ ജനമനസ്സുകളിൽ അവർക്ക് ഒരു സ്ഥാനവും ഉണ്ടാവുകയില്ല. അധികാരത്തിൻ്റെയും ധനത്തിൻ്റെയും പിന്നാലെ പോകുന്ന കപട രാഷ്ട്രീയമായി രാഷ്ട്രീയം അധപ്പതിക്കുന്നത് കണ്ടുകൊണ്ട് നിൽക്കാൻ തയ്യാറില്ലാത്ത ഒരു ചെറിയ സമൂഹമെങ്കിലും കേരളത്തിൽ ഉണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവാണ് ഇപ്പോൾ പൂർത്തിയാക്കിയ കേരളത്തിലെ വോട്ടെടുപ്പ് വെളിപ്പെടുത്തുന്നത്.